നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് SBI ATM കാർഡ് പുതിയ SBI ATM കാർഡിൻ്റെ പിന്ന് എങ്ങനെ അനായാസം ക്രിയേറ്റ് ചെയ്യാമെന്നും ആക്ടിവേറ്റ് ചെയ്യാമെന്നും പിൻ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും 4 രീതിയിൽ പുതിയ SBI ATM കാർഡിൻ്റെ പിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതുവഴി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ATM പിൻ. രണ്ടാമത്തത് നമുക്ക് SMS മുഖേന, മൂന്നാമത്തത് കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട്, നാലാമത്തത് അടുത്തുള്ള ATM കൗണ്ടർ വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് പിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി ഈ ചാനലിലൂടെ നാലാമത്തെ മെത്തേഡായ ATM കൗണ്ടറിൽ പോയി ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ SMS മുഖേന എങ്ങനെ ATM കാർഡ് പിന്ന് ക്രിയേറ്റ് ചെയ്യാമെന്നും അത് ആക്ടിവേറ്റ് ചെയ്യാമെന്നും അത് പിന്ന് ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ നമ്മുടെ മൊബൈലിൽ നമ്മുടെ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ പിൻ എന്ന് ക്യാപിറ്റലിൽ എൻ്റർ ചെയ്തതിന് ശേഷം മെസ്സേജ് അയക്കണം. അപ്പം പിൻ എന്ന് ക്യാപിറ്റൽ എൻ്റർ ചെയ്തതിന് ശേഷം PIN, അതിനുശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മുടെ പുതിയ ATM കാർഡിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം, നമ്മുടെ പാസ്ബുക്കിലെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കം എൻ്റർ ചെയ്തതിന് ശേഷം 567676 എന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പം ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മുടെ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ നിന്ന് തന്നെ SMS അയക്കണം. രണ്ടാമത്തത്, SMS ഓഫർ ഉണ്ടായിരിക്കണം. ഏകദേശം 3 രൂപ ഈ SMSന് വേണ്ടി അവർ പിടിക്കുന്നതാണ്. അപ്പം ഉടനെ തന്നെ ഒരു SMS നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരു OTP, ഒരു 4 അക്കമുള്ള ഒരു ടെമ്പററി OTP നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ആ OTP 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ATM കൗണ്ടറിൽ, SBIയുടെ ATM കൗണ്ടറിൽ പോയതിനു ശേഷം നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം ആദ്യമേ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് ബാങ്കിങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം നമ്മളോട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവർ ഒരു പ്ലീസ് എൻ്റർ യുവർ പിൻ, അപ്പം നമ്മളോട് പിൻ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മൊബൈലിൽ ലഭിച്ച ആ 4 അക്കമുള്ള ആ പിന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം OTP ആയിട്ട് ലഭിച്ച പിന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും, കുറേ ഓപ്ഷൻസ് കിട്ടും. അതിൻ്റെ അത് പിൻ ചേഞ്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ആദ്യമേ ഒരു OTP ആണ് ലഭിച്ചത്. അപ്പം അത് ചേഞ്ച് ചെയ്ത് യഥാർത്ഥ നമ്മുടെ പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പിൻ ചേഞ്ച് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അവർ പറയുന്നുണ്ട് പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്നതും വളരെ സെക്യൂറായിട്ട് വെക്കേണ്ടതുമായ ഒരു 4 അക്കമുള്ള ഒരു പിന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിന്ന് എൻ്റർ ചെയ്തതിന് ശേഷം അതേ പിന്ന് തന്നെ റീ എൻ്റർ ചെയ്ത് കൊടുക്കാൻ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക, വീണ്ടും അടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും, യുവർ പിൻ ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. അപ്പം ഇങ്ങനെ നമുക്ക് പുതിയ SBI ATM കാർഡിൻ്റെ പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മെത്തേഡ് SMS വഴി നമുക്ക് OTP എടുത്ത് അതിനുശേഷം നമ്മുടെ ATM കൗണ്ടറിൽ പോയി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ബാക്കി ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി വഴി എങ്ങനെ പിൻ ജനറേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോയും ഞാൻ ഈ ചാനലിലൂടെ തന്നെ ഉടൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടൻ വരുന്നത് വരെ goodbye.